കോവിഡ് കാലത്തെ ബ്രേക്ക് ദി ചെയിൻ പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേടും വീഴ്ചയും കണ്ടെത്തി എജിയുടെ റിപ്പോർട്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ നടപടിക്ക് ശുപാർശ. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. എന്നാൽ മുൻ സർക്കാരിന്റെ അറിവോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കിയതെന്നും എജിയുടെ റിപ്പോർട്ട് തള്ളണമെന്നും ആവശ്യപ്പെട്ട് മുഹമ്മദ് അഷീൽ ധനകാര്യ വകുപ്പിന് കത്ത് നൽകി. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ബ്രേക്ക് ദി ചെയിൻ പദ്ധതി നടപ്പാക്കിയത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതിക്കായി 4.89 കോടി രൂപയാണ് ചെലവാക്കിയത്. എന്നാൽ ഈ പദ്ധതിയുടെ ഭാഗമായി നടന്ന പല പർച്ചേസുകളിലും വൻ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് പല പർച്ചേസുകളും നടന്നിരിക്കുന്നത്. ഉപകരണങ്ങൾ വാങ്ങിയതിൽ പലതിലും കണക്കുകൾ വ്യക്തമല്ല. ബില്ലുകളിലും വൗച്ചറുകളിലും വ്യക്തതയില്ല. സാനിറ്റൈസർ ഉത്പാദനത്തിന് സർക്കാർ അനുമതി ഉണ്ടായിരുന്നില്ല. ജയിൽ വകുപ്പിന് ലൈസൻസ് ഇല്ലാതെയാണ് ഉൽപാദന അനുമതി നൽകിയത്. ഇതടക്കമുള്ള നിരവധി ക്രമക്കേടുകളാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലിലുള്ളത്. വീഡിയോ കോൺഫറൻസ് മുറിയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നു. പദ്ധതിയുടെ നടത്തിപ്പിന് സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തിയിരുന്നില്ല തുടങ്ങിയ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. എജിയുടെ റിപ്പോർട്ടിന്മേൽ അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയതിലും മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ 3 IAS ഉദ്യോഗസ്ഥന്മാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത്, അഡീഷണൽ ഹെൽത്ത് സെക്രട്ടറി, NHMൻ്റെ ഡയറക്ടർ, DME, DHS ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2 ആഴ്ചയ്ക്കും റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എജിയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളി ഡോക്ടർ മുഹമ്മദ് അഷീൽ രംഗത്ത് വന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുൻ സർക്കാരിന് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നും മുഹമ്മദ് അഷീൽ വാദിക്കുന്നു. എജിയുടെ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട മുഹമ്മദ് അഷീൽ ധനകാര്യ വകുപ്പിന് കത്തയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് കൈമാറും. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് MR അജിത് കുമാർ അട്ടിമറിച്ചു എന്നാണ് റിപ്പോർട്ട്. അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് നിർണായകമാണ്. DGP സ്ഥാനക്കയറ്റ പട്ടികയിൽ ഇടം നേടാനിരിക്കെയാണ് MR അജിത് കുമാറിനെതിരെ നടപടി വരുന്നത്. നവകേരള യാത്ര നടക്കവേ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം അന്ന് കേസെടുത്തിരുന്നു. എന്നാൽ ആ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാർ ഇടപെട്ടിരുന്നു എന്നാണ് പിന്നീട് SIT സംഘത്തോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. ADGP ഓഫീസിൽ വിളിച്ചു വരുത്തി MR അജിത് കുമാർ റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. ഗുരുതര കുറ്റകൃത്യമാണ് അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി SIT ആഴ്ചകൾക്ക് മുമ്പ് DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാർ നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും MR അജിത് കുമാറിന് സുരക്ഷയൊരുക്കുമെന്ന വിമർശനമാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത സുപ്രധാന തീരുമാനമായിരുന്നു പുനരന്വേഷണം. റിപ്പോർട്ട് വന്നിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വിമർശനം ശക്തമായതോടെയാണ് നിയമോപദേശം തേടിയ ശേഷം DGP റിപ്പോർട്ട് കൈമാറുന്നത്. അതേസമയം ഫയർഫോഴ്സ് മേധാവി DGP നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കുമ്പോൾ DGP പദവിയിലേക്ക് MR അജിത് കുമാർ പരിഗണിക്കപ്പെടും. എന്നാൽ രക്ഷാപ്രവർത്തന കേസിൽ നടപടിയുണ്ടായാൽ സ്ഥാനക്കയറ്റം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം സസ്പെൻഷൻ ഉണ്ടായാൽ ഹൈക്കോടതിയെ സമീപിച്ച് അജിത് കുമാർ സ്റ്റേ വാങ്ങിയാൽ അത് സർക്കാരിന് തിരിച്ചടിയുമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.